ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ OTT ചാകര എന്ന് തന്നെ പറയാം. അത്രയും സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. ജനുവരി മാസം 17-ാം തീയതിയാണ്. ഏകദേശം 15ഓളം സിനിമകളും സീരീസുകളായിട്ടാണ് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ഫാന്റസി ഹൊറർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹെൽ ബോയ് ദ ക്രൂക്ക്ഡ് മാൻ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ശരത് കുമാർ പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ മൂവിയാണ്. സ്മൈൽ മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇറ്റാലിയൻ മൂവിയാണ് ഷുഗർ ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ 18+ മൂവി കൂടിയാണ്. റഷ്യൻ, തമിഴ്, ഹിന്ദി ഭാഷകളിലായിട്ട് VR OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് രാംനഗർ ബണ്ണി എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. അലങ്ങു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഫാന്റസി ഹൊറർ വിഭാഗത്തിൽ സിനിമയാണ് ക്രാവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തൊരു ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ് പവർ ഓഫ് പാഞ്ച് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസ് ആണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെട്ട ഇംഗ്ലീഷ് മൂവിയാണ് അലാറും എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലായിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് ജമീൽ ആൻഡ് പൂവൻ കോയി എന്ന് പറഞ്ഞ സിനിമ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. അപ്പം ഈ ഒരു സമയം വരെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എന്തായാലും പിന്നെ ഒരു 6 മണിക്ക് ശേഷം ഈ ഒരു സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി പിന്നെ റിലീസ് ചെയ്യുന്നതാണ് ജമീൽ ആൻഡ് പൂവൻ കോയി എന്ന് പറഞ്ഞ സിനിമ. അടുത്ത സിനിമ എന്നുള്ള ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ് അടുത്തത്. ദ റോഷൻസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹൃതിക് റോഷന്റെ ഒരു കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ട് എടുത്ത ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബാക്ക് ഇൻ ആക്ഷൻ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് അടുത്തൊരു സീരീസ് ആണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ് പാതാൾ ലോക് എന്ന് പറഞ്ഞ സീരീസിന്റെ 2ാമത്തെ സീസണാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് സീസൺ കണ്ട് റിവ്യൂ ചെയ്തതാണ്. സെക്കൻഡ് സീസൺ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. അടുത്ത ഭരത് പ്രധാന വേഷം കൈകാര്യം ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് പിന്നെ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ജനുവരി മാസം 18-ാം തീയതി മനോരമ മാക്സ് റിലീസ് ചെയ്യുന്ന അവർ ഒരു ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിരുന്നെങ്കിലും അതിനു മുമ്പേ തന്നെ മനോരമ മാക്സിന് ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആമസോൺ പ്രൈം സർപ്രൈസ് ആയിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മനോരമ മാക്സിലും അവൈലബിൾ ആണ്. അർജുൻ അശോകൻ പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ മനോരമ മാക്സിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ നെസ്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമയാണ്. റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് ഈ സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി OTT റിലീസ് ചെയ്തായിട്ടുള്ളത്. ഏകദേശം 15ഓളം റിലീസുകളാണുള്ളത്. ഇന്നലെ ഞാൻ പ്രത്യേക പോലെ തന്നെ പണി, റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമകളൊക്കെ ഇന്നലെ വന്നു. അപ്പോൾ ഇത്രയും സിനിമകൾ ഈ ഒരാഴ്ച എന്നുള്ളത് ഗംഭീര എന്താ പറയുക, സിനിമാ പ്രേമികൾക്ക് OTT സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചാകര തന്നെ എന്ന് പറയാം ഈ ഒരാഴ്ച എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ചാകര തന്നെയാണ്. അപ്പോൾ ഇത്രയും സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.